ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെയും കുട്ടികളുടെയും ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഡെയിലി ഇങ്ങനെയൊക്കെയാണോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ സാധാരണ ദോശ, ഇഡ്ഡലി, പുട്ട്, പൂരി, ചപ്പാത്തി ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെയും ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് അത് കഴിച്ചു വെറുക്കുമ്പോൾ വെറൈറ്റി വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഒരുവിധം ഹെൽത്തിയാണ്. ഈ ഒരു പാസ്ത വീറ്റ് പാസ്തയാണ് കേട്ടോ. അതുപോലെ തന്നെ മാംഗോ കട്ട് ചെയ്തതും റാഗി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റുമാണ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു വീറ്റ് പാസ്റ്റയുടെ റെസിപ്പി കാണിക്കാനാണ്. ഇതിനു മുമ്പ് ഷോർട്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലിങ്ങനെ വേഗം പറഞ്ഞു പോവുക ചെയ്തത്. കാര്യമായിട്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ വിശദമായിട്ട് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാസ്ത ആദ്യം വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ വേവാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. നന്നായി തിളച്ച് വരുമ്പോഴാണ് പാസ്ത ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-12 മിനിറ്റ് നേരം നമ്മളിത് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വെക്കണം. എന്നാലാണ് കറക്റ്റ് കഴിക്കാൻ പാകത്തിനുള്ള വേവിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്ത് നോക്കി നമുക്ക് കടിച്ച് നോക്കിയാൽ സുഖമായിട്ട് ഇങ്ങനെ കടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കുക്കായിട്ടുണ്ട്. പക്ഷേ ഓവർ കുക്ക്ഡ് ആവാതെ നോക്കണം. ഓവർ കുക്ക്ഡ് ആയാൽ പ്രത്യേകിച്ച് ഈ ഒരു പാസ്ത എന്ന് പറയുന്നത് സ്പൈറൽ ഇങ്ങനെ വേറെ വിട്ട് പോരും. 1-2 ഉണ്ട് ഈ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ കുക്കായി കഴിഞ്ഞാൽ നമുക്കത് വെള്ളം വരാനായിട്ട് മാറ്റി വയ്ക്കും. ഞാൻ ഒന്ന് പച്ചവെള്ളം കൊണ്ട് ഒന്ന് കഴുകുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും വെള്ളം വരാൻ വെക്കും. ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 6-7 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂക്കുന്നത് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് വെക്കാം. ഈ ഒരു വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളറാവാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ ഷോർട്സ് ചെയ്തപ്പോൾ അത് വെയിറ്റ് ചെയ്തില്ല, ഞാൻ മറന്നുപോയി. പെട്ടെന്ന് ഞാൻ എടുത്ത് ആ പാസ്തയിലേക്ക് കൊട്ടി. അപ്പോൾ ശരിക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങണമെങ്കിൽ, അതായത് എണ്ണയിലേക്ക് ആ ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി ഈ പാസ്തയിലൊക്കെ പിടിക്കണമെങ്കിൽ ആ ഒരു വെളുത്തുള്ളി നന്നായിട്ട് മൂക്കണ വരെ വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് നന്നായി അത് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഫസ്റ്റ് ഞാൻ സോയ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സോയ സോസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. പിന്നീട് അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ആ വെള്ളത്തിൽ ഉപ്പൊക്കെ ചേർത്തിട്ടാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ അത് പാകത്തിനല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പും കൂടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മളുടെ ഈ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ആ ഒരു പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റില്ല. ആകെ പാസ്ത വേവാനുള്ള ആ ഒരു ടൈം മാത്രമാണ് നമുക്ക് കുറച്ച് എടുക്കുന്നത്. ബാക്കി ചെറുപടേന്ന് പറഞ്ഞ് നമുക്ക് തീർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീറ്റ് പാസ്ത ആയതുകൊണ്ട് നമുക്ക് പേടിക്കാണ്ട് കുട്ടികൾക്കും കൊടുക്കാം, മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ മാംഗോ കട്ട് ചെയ്തതും അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ റാഗി വെച്ചിട്ടുള്ളതാണ്. ഇത് ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. റാഗിയും പിസ്തയും കാഷ്നട്ടും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് കേട്ടോ അത്. സാധാരണ എനിക്ക് ഇങ്ങനത്തെ ബിസ്ക്കറ്റുകൾ വാങ്ങിക്കുമ്പോൾ മോള് കഴിക്കുമെന്നൊരു പേടിയാണ്. അപ്പോൾ ഞാൻ റാഗിയിൽ അങ്ങനെ വാങ്ങിക്കാറില്ല. മുമ്പൊരിക്കൽ വാങ്ങിച്ചിട്ട് അവൾക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതെന്താ വെച്ചാൽ ഓവർ സ്വീറ്റ്നെസ്സും ഇല്ല കേട്ടോ, ചെറിയ രീതിയിലുള്ളൊരു മധുരമുള്ളൂ. അപ്പോൾ അവൾ ഇത് കൊടുക്കുമ്പോൾ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മൈദ വെച്ചിട്ടുണ്ടാക്കുന്ന ബിസ്ക്കറ്റിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തി എന്ന് പറയുന്നത് ഈ ഒരു സംഭവം തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കട്ടെ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ടേക്ക് കെയർ.